Good afternoon to all. Good afternoon, Miss. Good afternoon. Okay, so എന്നോട്ടും പ്രതീക്ഷയില്ല അല്ലേ? Okay, unexpected ആയിട്ട് വന്നു. Okay, so how are you? Yeah, good afternoon. How are you all? Hope you all doing well. Yeah. പനിയാണ് നാളോ പനിയാണോ എല്ലാവർക്കും പനിയാ. Okay, അതിന്റെ റെസ്റ്റ് എടുക്കൂട്ടോ ആൻഡ് ഡ്രിങ്ക് plenty of water. Okay, നമുക്ക് ഹൈഡ്രേഷൻ വേണം നമ്മുടെ ബോഡിയിൽ. സോ അങ്ങനെ വെള്ളം കുടിക്കുക. ഓക്കെ, റെസ്റ്റ് എടുക്കുക. സോ പിന്നെന്താണ് കുറച്ച് നാളായിട്ട് കേറിയിട്ട് എനിക്ക് തോന്നി ആൻസി കാണാറില്ലായിരുന്നു. എനിക്ക് അറിയാം, ഞാൻ കുറച്ചുപേരൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട്. കുറച്ച് ബിസി ആയി. നീതു ഞാനും നീതു ഷഹനാന്നല്ലേ? ഷഹനയെ പിന്നെ കാണാറില്ല. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി. അങ്ങനെയൊക്കെ വന്ന് ഇവിടെ തറവാട് വീട് പൊളിച്ച് പണിയണേ, അപ്പൊ അവരൊക്കെ ഇവിടെ ഉണ്ട്. അങ്ങനെയൊക്കെ കേൾക്കാറുണ്ട്. പക്ഷെ ഇടയ്ക്കൊന്നും ഇടയ്ക്ക് നോക്കിയിട്ട് പോകുന്നത് ഞാൻ കാണുന്നുണ്ട്. അത് കഴിഞ്ഞ വെള്ളിയാഴ്ച മാത്രം വേഗം വെച്ചാല് വോയിസ് വീഡിയോ ഒക്കെ ഓൺ ആക്കണ്ടേ, പിന്നെ എല്ലാവരും ഉള്ളപ്പോ പറ്റൂല. അതാണ് ഞാനന്ന് കട്ട് ചെയ്തത്. മനസ്സിലായല്ലോ. ചെയ്യാൻ പറ്റിയില്ല. ഓക്കെ സ്നേഹ, ലാസ്റ്റ് ക്ലാസ് നമ്മുടെ അടുത്ത് മൊഡാൽ നോബ് ആയിരുന്നു. ഓക്കെ, അപ്പൊ കുറച്ചു പേരൊക്കെ ഇപ്പോഴാണ് കഴിഞ്ഞതല്ലേ, നമ്മൾ തമ്മിൽ കാണുന്നത് ഇപ്പോഴാണ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ വന്നപ്പോ സ്റ്റുഡൻസ് ഒക്കെ കുറവായിരുന്നു. ഓക്കെ, പിന്നെ ആരാണ്? റസിയ ക്ലാസ്സിലല്ലേ? അല്ലേ? ആണോ? അല്ല, അല്ലാന്ന് തോന്നുന്നല്ലേ, എനിക്കറിയില്ല. ആണോ അല്ലയോ? ഉണ്ടെന്നില്ലായിരുന്നു. റെസ്പോണ്ട് ചെയ്യോ? ആണോ? റസിയ ആണോ? അപ്പൊ വേറെ ക്ലാസ്, സോറി. ഓക്കെ, അപ്പൊ സുഖമാണ് എല്ലാവർക്കും അല്ലെ? പിന്നെന്താണ്, ഞാൻ ടോപ്പിക് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? കഴിഞ്ഞ ക്ലാസ്സില് ഉണ്ടായവർക്ക് അറിയാം. അറിഞ്ഞിരുന്നോ? നീതു, സ്റ്റീഫൻ, നീതു ടോപ്പിക് പറഞ്ഞിരുന്നോ? ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ അങ്ങനെ കേട്ടില്ല മിസ്. എനിക്കൊരു ഫ്യൂണലിന് പോകാനുണ്ടായിട്ട് അങ്ങനെ ശ്രദ്ധിച്ചില്ല. ഓർമ്മയുണ്ട്, അറിഞ്ഞപ്പോ ഓർമ്മ പോകും കേട്ടോ. ഓക്കെ, നീതു യെസ് പറഞ്ഞു. ടോപ്പിക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ടോപ്പിക് കോൺഫിഡൻസ് ആയിരുന്നു അല്ലെ? കോൺഫിഡൻസ് അല്ലേ? ആണോ? അതെ, ആണെന്ന് തോന്നുന്നു അല്ലേ? പറയൂ, റെസ്പോണ്ട് ചെയ്യൂ. നമുക്ക് എന്താണ് കോൺഫിഡൻസ്? എന്താണ്? വാട്ട് ഈസ് കോൺഫിഡൻസ്? എന്താണ്? ആർക്കെങ്കിലും സംസാരിക്കാൻ പറ്റോ? We can speak in English. പറ്റോ? ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഓക്കെ, can you speak in English എന്ന് ചോദിക്കണം. പറയൂ, yes or no? സൈലന്റ് ആണ്, അപ്പൊ നോ ആണ് അല്ലെ? ഓക്കെ, മലയാളത്തിൽ സംസാരിക്കാൻ പറ്റോ കോൺഫിഡൻസിനെ കുറിച്ച്? പറയൂ. എന്താണ് മിണ്ടാത്തെ? ക്ലാസ്സിൽ അത്യാവശ്യം സ്റ്റുഡൻസ് ഉണ്ട്, പക്ഷെ എന്തുകൊണ്ട് മിണ്ടുന്നില്ല? അപ്പൊ സംസാരിക്കാനേ താല്പര്യമില്ല. ഓക്കെ, വെരി ഗുഡ്. മലയാളത്തിലൊക്കെ അല്ലെങ്കിൽ ഞാൻ ചോദിച്ചല്ലോ, മലയാളത്തിലെ കോൺഫിഡൻസിനെ കുറിച്ച് സംസാരിക്കാൻ ആരൊക്കെ റെഡിയാണ് എന്ന് ചോദിച്ചപ്പോ ആരും മിണ്ടിയില്ല. പറയൂ, ആരൊക്കെ റെഡിയാണ്?
ആരും റെഡി നിങ്ങൾക്ക് എല്ലാവർക്കും കോൺഫിഡൻസ് ഉണ്ടോ? റെഡിയാണ്. അങ്ങനെ മുന്നോട്ട് വരും എല്ലാവരും. അതൊക്കെ ഒരു കോൺഫിഡൻസ് അല്ലേ? അല്ലേ? നമ്മൾ സംസാരിക്കാം എന്ന് പറയുന്നത് തന്നെ ഒരു കോൺഫിഡന്റ് ആയ ഒരു കാര്യമാണ്. കോൺഫിഡന്റ് ആയവർക്കെങ്കിലും സംസാരിക്കാൻ പറ്റൂ. ശരിയല്ലേ? ഓ, നിങ്ങൾ കോൺഫിഡന്റ് ആണോ? ആർ യു കോൺഫിഡന്റ്? യെസ് യെസ് എന്ന് പറയൂ. ടൈപ്പ് ചെയ്തിട്ട് കാര്യമില്ല. ഈ ടൈപ്പ് ചെയ്യുന്ന നേരം കൊണ്ട് നിങ്ങൾക്ക് അഡ്മിറ്റ് ചെയ്ത് സംസാരിച്ചൂടെ? യെസ്, അതാണ് കേൾക്കാൻ രസം. റെസ്പോണ്ട് ചെയ്യുന്ന ഒരു പവർ ഉണ്ടല്ലോ, ടീച്ചേഴ്സിനെയും കൂടെ റിഫ്ലക്ട് ചെയ്യും കേട്ടോ. ടൈപ്പ് ചെയ്യേണ്ട നല്ലതാ. നിങ്ങൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ സ്റ്റുഡൻസ് അറിയാണ്, പൊതുവെ എല്ലാവരും ടൈപ്പിംഗ് ആണ്. ഓക്കെ, സോ നമ്മളിവിടെ സ്മാർട്ട് സിറ്റി മോണ്ടിസോറി കോഴ്സ് ഉണ്ടാകാൻ അറിയാലോ എല്ലാവർക്കും. അറിയില്ലേ? അറിയോ? ഓക്കെ, ഞാൻ 2 ബാച്ചിലും ഞാൻ ക്ലാസ് എടുക്കുന്നുണ്ട് കേട്ടോ. സോ എനിക്ക് അതുകൊണ്ട് ഡിഫറൻസ് അറിയാം. ഇവിടെ ടൈപ്പിംഗ് ആണെങ്കിൽ അവിടെ കംപ്ലീറ്റ്ലി അൺമ്യൂട്ട് ചെയ്താണ് സംസാരിക്കുന്നത്. പക്ഷെ നിങ്ങൾക്ക് അങ്ങനെ അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടാറില്ല പൊതുവെ. എല്ലാ ക്ലാസ്സിലും ഒരു അൺമ്യൂട്ട് കൊടുത്താണ് ക്ലാസ് എടുക്കുക, കാരണം പോർഷൻസ് കവർ ചെയ്യണം, അതുകൊണ്ടാണ് കേട്ടോ. പക്ഷെ ഇംഗ്ലീഷ് ക്ലാസ്സിൽ അങ്ങനെയല്ല, നമുക്ക് അങ്ങനെ അൺമ്യൂട്ട് കൊടുത്ത് ക്ലാസ് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അല്ലെ? കാരണം എന്താണ്, ഒരു സ്കിൽ ഇംപ്രൂവ്മെന്റ് ആണ് അല്ലെ? സ്കിൽ ഡെവലപ്മെന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സ് ആണ് ഇംഗ്ലീഷ് എന്ന് പറയുന്ന കോഴ്സ് അല്ല, ക്ലാസ് ആണ്. അപ്പൊ നമുക്ക് ഇതിലൂടെ ഇംഗ്ലീഷ് പഠിക്കാം. അത് മാത്രമല്ല, നമുക്ക് എന്താണ് കുറച്ചുകൂടെ നമുക്ക് സ്കിൽ എന്ന് പറയുമ്പോൾ ലാംഗ്വേജ് സ്കിൽ ആകാം, അല്ലാതെയും സ്കിൽ ഉണ്ടല്ലോ അല്ലെ? നമ്മുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാം, ഒരുപാട് കാര്യങ്ങൾ ചെയ്യണ്ടേ? ശരിയല്ലേ? വെറുതെ പഠിച്ചു പോയാൽ മാത്രം മതിയോ? റെസ്പോണ്ട് ചെയ്യാണ്. ഞാൻ എന്താ പറയാ, അത് വെറുതെ ഞാനിങ്ങനെ പറയുന്നു, നിങ്ങളൊന്നും മിണ്ടത്തില്ല. കേൾക്കുന്നുണ്ടോ? ഉറക്കം വരുന്നുണ്ടോ നിങ്ങൾക്ക്? നിങ്ങൾ ഫുഡ് കഴിച്ചോ? ചോദിക്കാൻ പറഞ്ഞു. ഹാപ്പി കഴിയോ? ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് കഴിച്ചോ? കഴിച്ചു. എന്നിട്ടാണോ നിങ്ങൾ ഉഷാറില്ലാതിരിക്കുന്നേ? ഉറക്കം വരുന്നുണ്ടോ? ഇല്ല. എന്താണ് ഉണ്ടാക്കേ? എന്താ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? എന്നോട് സംസാരിക്കുന്നതിലും ബുദ്ധിമുട്ടുണ്ടോ? അല്ലെ ബോറടിക്കുന്നുണ്ടോ എന്നെ സംസാരിച്ചിട്ട്? എന്താ വേണ്ടേ? പറയൂ, നിങ്ങൾ സംസാരിക്കൂ. എന്താണ് ഇങ്ങനെ? നല്ലോണം സംസാരിച്ചത് ബാച്ച് ആണല്ലോ, പിന്നെ എന്താ മിണ്ടാതെ? നിങ്ങൾ തമ്മിൽ എങ്ങനെയാണ്? ഫ്രണ്ട്സ് ഒക്കെയാണോ? കോണ്ടാക്ട് വന്നോ? ഗ്രൂപ്പ് ഉണ്ട്. ആക്റ്റീവ് ആണോ ഗ്രൂപ്പ്? ദിവസമൊക്കെ പിന്നെ സംസാരിച്ചാൽ എന്താ? നിങ്ങൾ പരസ്പരം അറിയുകയും ചെയ്യാം. എന്നെയും എന്താ ഇവരെന്താ സംസാരിക്കാത്തെ? ചുമ്മാ സംസാരിക്കൂ. അപ്പൊ എന്താണ് പറഞ്ഞു വരുന്നത്? എന്താണ് കോൺഫിഡൻസ്? എന്താണ് കോൺഫിഡൻസ് എന്ന് പറയുന്ന ടോപ്പിക് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് മനസ്സിൽ വരുന്നത്? മലയാളത്തിൽ പറയും. നിങ്ങൾ മലയാളത്തിൽ ആത്മവിശ്വാസം. ആത്മവിശ്വാസം. ഓക്കെ. പിന്നെന്താ? ബിലീവ് ഓൾസോ. Yeah, that's important. നമുക്ക് നമ്മളെ തന്നെ ഒരു വിശ്വാസം വേണം. നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസം ഉണ്ടോ? വിശ്വാസമുണ്ട്. എന്തൊക്കെയാന്ന് അറിയോ? അറിയോ? എന്താ മിസ്സേ? ക്ലിയർ ആയില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ എബിലിറ്റീസ്, നിങ്ങൾക്ക് എന്തൊക്കെ കഴിവുകൾ ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയോ? എല്ലാവരുടെ ഉള്ളിലും ഒരു ഹിഡൻ ടാലന്റ് ഉണ്ട്. അത് നമ്മള് തന്നെ ഡെവലപ്പ് ചെയ്യണം, നമ്മൾ തന്നെ ഇംപ്രൂവ് ചെയ്യണം അല്ലെ? എല്ലാവർക്കും അവരുടേതായ ടാലന്റ് ഉണ്ട്. എല്ലാവരും ടാലന്റഡ് ആണ്. ശരിയല്ലേ? അതെ. ഇപ്പൊ എന്തുകൊണ്ട് നിങ്ങൾ സംസാരിക്കുന്നില്ല? അതിന് റീസൺ നിങ്ങൾ ഇംഗ്ലീഷ് ക്ലാസ് ആരും പുതിയ റെക്കോർഡ് ക്ലാസ് കാണാറില്ല. അതുകൊണ്ട് നിങ്ങൾ ധൈര്യമായിട്ട് സംസാരിച്ചോ. ആർക്കും ഡിസ്റ്റർബൻസ് വരില്ല. ഓക്കെ, അതുകൊണ്ട് ആ ഒരു പേടി വേണ്ട കേട്ടോ. അതുകൊണ്ട് സംസാരിക്കുക. പൊതുവെ നമ്മൾ അങ്ങനെ ചിന്തിക്കുക, ക്ലാസ്സില് കേൾക്കുന്നവർക്ക് ഡിസ്റ്റർബൻസ് വരുന്നത് കൊണ്ടാണ് നമ്മൾ അൺമ്യൂട്ട് ചെയ്യാതെ അല്ലെ? ഇംഗ്ലീഷ് ക്ലാസ് ആരും കാണില്ലെന്നേ. അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് സംസാരിക്കാം. ഓക്കെ ഓക്കെ. ആദ്യം കൂൾ ആയിട്ടിരിക്കും, റിലാക്സ് ചെയ്തിരിക്കും. നമ്മൾ ജസ്റ്റ്
ടീച്ചർ സ്റ്റുഡൻസ് എന്നൊരു കണക്ഷൻ ഇല്ലാതെ ജസ്റ്റ് ഫ്രണ്ട്ലി ടോക്ക് നമുക്ക് നടത്താം. ഓക്കെ, കംഫർട്ടബിൾ ആണ് ക്ലാസ്സിൽ എല്ലാവരും? അതെ. മിസ്. ഓക്കെ, എന്തുകൊണ്ട് എന്നോട് സംസാരിക്കുന്നില്ല പിന്നെ? എന്റെ റീസൺ എന്താ? ഇംഗ്ലീഷ് സ്പീക്ക് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് കുറവായി. അതാണ്. സംസാരിക്കാനുള്ള ഒരു കോൺഫിഡൻസ് ഇല്ലെന്നോ? അത് ഇംഗ്ലീഷ് സംസാരിക്കാൻ. ഇംഗ്ലീഷ് സ്പീക്ക് ചെയ്യാൻ ഇംഗ്ലീഷ് ആണോ പറയുന്നേ? മലയാളമല്ലേ? മലയാളത്തിൽ സംസാരിക്കും. മലയാളത്തിൽ സംസാരിക്കാൻ റെഡിയാണോ? ഓക്കെ. ഓക്കെ മാത്രമേ പറയുന്നുള്ളൂ, സംസാരിക്കുന്നില്ല. ഇനി മുതൽ സംസാരിക്കാം. ഇനി മുതൽ സംസാരിക്കാം. അപ്പൊ ഇനി മുതലല്ല, ഇന്ന് മുതൽ, ഇപ്പൊ മുതൽ സംസാരിക്കണം. ഓക്കെ ഓക്കെ. ഓക്കെ. ഓക്കെ മിസ്. ഓക്കെ മിസ്. അപ്പൊ പറയൂ, എല്ലാവരും കോൺഫിഡന്റ് ആണോ? അതെ മിസ്. കോൺഫിഡന്റ് ആണ്. എല്ലാവരും കോൺഫിഡന്റ് ആണ്. പിന്നെ എന്താണ്, എന്തുകൊണ്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുന്നില്ല? അതിൽ മാത്രം കോൺഫിഡൻസ് ഇല്ലാത്തത് കൊണ്ടാണ്. അത് മിസ്റ്റേക്ക് പേടി, അവിടാണ് ആത്മവിശ്വാസം. അവിടെ ഇല്ല, അവിടെ പേടിയാണ്. പേടി പാടില്ല കേട്ടോ. പേടി മാത്രല്ല, വേറൊരു കാര്യം കൂടി ഉണ്ടെങ്കില്. എന്താണ്? പൊട്ടത്തരം പറയുമെന്നൊരു ചമ്മല്. അതാണ് മെയിൻ. ചമ്മലാണ്, നാണക്കേട്, ചമ്മല് ഇതൊക്കെയാണ് വരുന്നത്. അല്ലാണ്ട് പേടിയല്ല കേട്ടോ. നമ്മള് പുറത്ത് പറയുന്നത് പേടിയെന്ന് പറയാൻ, പക്ഷെ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്താണ്? നാണക്കേടോ നമ്മൾ പറയുമ്പോ അങ്ങനെ ഒരു മൈൻഡാണ് നമുക്കുള്ളത്, അല്ലേ? അതെ മിസ്. പെട്ടെന്ന് പറയുമ്പോൾ ഗ്രാമർ മിസ്റ്റേക്ക് വരുമോ, അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മളെ എങ്ങനെ വിചാരിക്കും? നമ്മള് ഇപ്പൊ നീതു പറഞ്ഞ പോലെ തന്നെ നമുക്ക് അങ്ങനെ തോന്നിപ്പോവും. ഓക്കെ, എല്ലാവർക്കും ഇങ്ങനെ തന്നെയാണോ തോന്നുന്നേ? ഒന്ന് പറഞ്ഞേ. അതെ മിസ്, ഇങ്ങനെ തന്നെയാണ്. എല്ലാവരും ഇതിൽ എന്താ മനസ്സിലാവുന്നേ? ഇങ്ങനെ ചിന്തിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുള്ള ക്ലാസ് ആണ് ഈ ബാച്ച്, അല്ലേ? ഇങ്ങനെ എല്ലാവരും ചിന്തിച്ചെടുക്കുന്നില്ല, എങ്ങനെ ശരിയാവും? ആലോചിക്കോ? ഇപ്പോഴിരിക്കുന്ന ആൾ അങ്ങനെ തന്നെയാണ്. എന്നെ കുറിച്ച് എന്ത് ചിന്തിക്കുന്നു, ഇപ്പഴത്തിരിക്കുന്ന ആൾ ചിന്തിക്കുന്നു, അത് തന്നെയാണ് ചിന്തിക്കുന്നു, അല്ലേ? അപ്പൊ എല്ലാവരുടെയും ചിന്ത ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾ എന്താണ് ഒരു ഞാനിന്മേൽ പോകുന്ന രണ്ട് ആൾക്കാരാണെന്ന് പറയും. അതുകൊണ്ട് ആ ചമ്മലിന് വേണ്ട കേട്ടോ. എല്ലാവർക്കും മനസ്സിലാവും നിങ്ങൾ പറയുന്നത് തെറ്റാണോ, പേടിയാണോ. പക്ഷെ നമ്മൾ സംസാരിക്കാൻ നോക്കുക, അതിൽ ചമ്മലൊന്നും വിചാരിക്കരുത്. ഇപ്പൊ നിങ്ങൾ പറയും മിസ്സിന് പറയാൻ എളുപ്പമാണ്, അത് അങ്ങനൊരു സിറ്റുവേഷൻ വരുമ്പോഴാണ് അത് മനസ്സിലാവുക, നമുക്ക് ചിന്ത വരും. ആ സിറ്റുവേഷൻ നമ്മൾ ഫേസ് ചെയ്യാം. എക്സ്പീരിയൻസ് കൊണ്ട് പറയുന്നതാണ് കേട്ടോ. എന്ത് സിറ്റുവേഷൻ നമ്മൾ ഫേസ് ചെയ്യാൻ പഠിക്കുക. അല്ലെങ്കിൽ ഇങ്ങനെ ഇരുന്ന് പോവുകയുള്ളൂ. മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നുള്ള ചിന്ത നമുക്ക് പാടില്ല. നമുക്ക് ലൈഫിൽ അത് ഉണ്ടാവാൻ പാടില്ല. നമ്മൾ എങ്ങും ഒത്തില്ല കേട്ടോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മറ്റുള്ളവർ എന്ത് ചിന്തിക്കും എന്ന് വിചാരിച്ചാണ് ഞാൻ എന്തുകൂടി നിങ്ങൾക്ക് ക്ലാസ് എടുക്കോ? ഞാൻ പറയുന്ന എല്ലാം കറക്റ്റ് ആണോ? നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കിയേ. ഞാൻ എടുക്കുന്ന ക്ലാസ് കറക്റ്റ് ആണോ? ഞാൻ പറയുന്ന എല്ലാ സെന്റൻസും കറക്റ്റ് ആണോ? ഞാൻ ഇതുവരെ ഒരു മിസ്റ്റേക്ക് ഞാൻ എന്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല. ഞാൻ പെർഫെക്റ്റ് ആണോ? ആണോ? ധൈര്യമായിട്ട് പറഞ്ഞോളൂ, ആണോ അല്ലയോ? അറിയൂ. ആണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല, അറിയില്ല. അല്ലെന്ന് പറഞ്ഞിട്ടേ ആരും പെർഫെക്റ്റ് അല്ല കേട്ടോ. ഞാനിപ്പോ ഇംഗ്ലീഷ് ക്ലാസ് എടുക്കുന്നുണ്ട്, അതും പറഞ്ഞ് എനിക്ക് ഇംഗ്ലീഷ് നന്നായിട്ട് അറിയാമെന്ന് ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത്രത്തോളം നോളജോ കാര്യങ്ങളോ ഒന്നും എനിക്കില്ല. മനസ്സിലായോ? പക്ഷെ എന്താണ്, അതൊരു ധൈര്യമാണ്. അറിയാത്ത കാര്യങ്ങൾ എടുക്കുക, നമ്മള് അത് ഫേസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു ധൈര്യം ഉണ്ടല്ലോ, അല്ലെ? നമ്മൾ കോൺഫിഡൻസിന്റെ പുറത്താണ് എന്തും ഫേസ് ചെയ്യുന്നത്. പക്ഷെ അതിലൂടെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കും. ഓക്കെ, ഇപ്പൊ എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ ക്ലാസ് എടുത്തിട്ടാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഞാൻ പഠിക്കുന്നില്ലേ? ഇല്ലേ? പഠിക്കുന്നുണ്ട്. ഓരോ ദിവസവും ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ എനിക്കിത് ഞാനിപ്പോ ഇത് ഫേസ് ചെയ്തില്ല എങ്കിൽ ഞാനിപ്പോ വീട്ടിൽ തന്നെ നിന്നാണ്. എനിക്കതുകൊണ്ട് വലിയ ഉപകാരം ഉണ്ടോ? എന്റെ ആഗ്രഹങ്ങളൊക്കെ അങ്ങനെ ഇരിക്കും.
ടീച്ചർ ആവണമെന്ന് ആഗ്രഹമായിരുന്നു. പക്ഷെ ഞാൻ അതിനനുസരിച്ച് ഹാർഡ് വർക്ക് ചെയ്തില്ലെങ്കിൽ ടീച്ചർ ആവാൻ പറ്റില്ല, ഒരിക്കലും പറ്റില്ല. സോ അതൊരു ധൈര്യമാണ്. എനിക്ക് ഇപ്പോഴും ഞാൻ കോൺഫിഡന്റ് ആണെന്നല്ല, കോൺഫിഡന്റ് ആണ്, പക്ഷെ പണ്ടായിരുന്നില്ല. നിങ്ങളെ പോലെ തന്നെയായിരുന്നു. മറ്റുള്ളവരെന്ത് വിചാരിക്കും, എന്ത് കളിയാക്കോ എന്നൊക്കെ വിചാരിക്കും. പക്ഷെ ഞാൻ വിചാരിക്കാൻ പാടില്ല. ഓക്കെ ആണോ? ഈ സംസാരിച്ചേ ഈ കോൺഫിഡന്റിനെ കുറിച്ച് സംസാരിക്കും. കോൺഫിഡന്റിനെ കുറിച്ച് സംസാരിക്കാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടുന്നില്ല. ശരിയാണോ? ശരിയാണ് മാം. ശരിയാണ്, ഐഡിയ കിട്ടുന്നില്ല. പക്ഷെ ഐഡിയ എന്താണെന്നറിയോ? നമുക്ക് നമ്മുടെ എക്സ്പീരിയൻസ് ആണ് നമ്മൾ പറയാം. നിങ്ങൾ കോൺഫിഡന്റ് ആണോ എന്ന് ചോദിക്കുന്നത് ഒരുപാട് എക്സ്പീരിയൻസ് നിങ്ങളുടെ ലൈഫിൽ ഓർക്കാൻ പറ്റും. നിങ്ങൾ മിസ്യൂസ് ചെയ്ത് കളഞ്ഞ കുറെ ഓപ്പർച്യൂണിറ്റീസ്, യൂട്ടിലൈസ് ചെയ്യാതെ പോയ കുറച്ച് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ അത് എന്തുകൊണ്ടാണ് നമ്മൾ യൂസ് ചെയ്യാതെ? കോൺഫിഡൻസ് ഇല്ലാത്തതുകൊണ്ടാണ് അല്ലെ? അതൊക്കെ നിങ്ങൾക്ക് ഓർമ്മ വരുന്നുണ്ടോ ഞാൻ പറയുമ്പോ? ഉണ്ടോ? ഉണ്ട് മിസ്സേ. എന്ത് മിസ്സേ? ഇതൊക്കെയാണ് എക്സ്പീരിയൻസ് നല്ല പഠിക്കുക അല്ലെ? അതെ. അതെ. അപ്പൊ ഇനി എന്താണ്? ഇനി പറയും എന്താണ് കോൺഫിഡൻസ്? എന്താണ് നിങ്ങളുടെ ലൈഫിൽ എക്സ്പീരിയൻസ് വെച്ചിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റോ? ആരെങ്കിലും ഒരാളൊന്ന് മുന്നോട്ട് വന്ന് സംസാരിച്ചേ. അതിന് പുറകെ എല്ലാവരും സംസാരിക്കും. ഒരാൾ ഇനിഷ്യേറ്റീവ് എടുത്ത് സംസാരിച്ചാൽ മാത്രം മതി. ആരാ പറയാ? ആരെങ്കിലും പറയേണ്ടുന്ന രീതിയിലാണ്, ആരും മിണ്ടത്തില്ല. ആരെങ്കിലൊക്കെ വരും. ഞാൻ പറയാം മിസ്സേ. എന്തോ? ഞാൻ പറയാം. പറയൂ സ്നേഹ. സ്നേഹ വർക്കിംഗ് അല്ലേ? അല്ല, ഞാൻ ഇപ്പൊ വർക്കിംഗല്ല. ആണോ? ഓക്കെ, പറയൂ സ്നേഹ. Confidence means belief in ourselves. We should have belief in our what we are, what you are, or who am I. We should know about our strength and weakness. If we have belief in ourselves, we can attain our goal. And if we have belief in ourselves, we can face any challenges or any problems in our life. മലയാളത്തിൽ പറഞ്ഞു ഇനി കുറച്ച് കാര്യങ്ങള്. എന്താണ് കോൺഫിഡൻസ്? നമുക്ക് നമ്മളിൽ തന്നെയുള്ള ഒരു വിശ്വാസമാണ് കോൺഫിഡൻസ് ഉദ്ദേശിക്കുന്നത്. നമുക്ക് നമ്മുടെ സ്ട്രെങ്ത് എന്താണെന്നും വീക്ക്നെസ് എന്താണെന്നും മനസ്സിലാക്കി കഴിഞ്ഞാൽ മറ്റുള്ളവരെ നമ്മളെ കുറ്റപ്പെടുത്തിയാലും നമ്മുടെ കുറവുകൾ എടുത്തു പറഞ്ഞാലും നമുക്കതിനെ പോസിറ്റീവായിട്ട് ഫേസ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ അതുപോലെ നമുക്കൊരു സെൽഫ് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നമ്മുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരാനായിട്ട് സാധിക്കും. അപ്പൊ എന്ത് തടസ്സങ്ങൾ നമ്മുടെ മുമ്പിൽ വന്നാലും അതിനെ പോസിറ്റീവായിട്ട് കണ്ടുകൊണ്ട് നമുക്ക് മുന്നേറാനായിട്ട് സാധിക്കും. ഓക്കെ, വെരി ഗുഡ്. സോ ഇതേപോലെ സംസാരിക്കാൻ റെഡി ആണോ നീ? ഓക്കെ ആണോ? പറയൂ. സെർച്ച് ചെയ്യാണോ എല്ലാവരും? കോൺഫിഡൻസിനെ കുറിച്ച് സെർച്ച് ചെയ്യാണോ? സെർച്ച് ചെയ്ത് അതേപോലെ നോക്കി പറയാനാണോ? പറ്റില്ല കേട്ടോ. ഓക്കെ, ഷഹന പറയൂ. ഇപ്പൊ തന്നെ പറഞ്ഞതൊക്കെ തന്നെ ഉള്ളു. മലയാളത്തിൽ പറയൂ. ഇപ്പൊ തന്നെ സ്നേഹ പറഞ്ഞില്ലേ, അതൊക്കെ തന്നെ. അതൊക്കെ തന്നെ കൊള്ളാലോ. നീയാണോ പറയണ്ടേ? അല്ല, അതുപോലെ തന്നെയാണ് പറയാൻ ഉദ്ദേശിച്ചത്. അപ്പൊ അത് തന്നെയാണെന്ന് പറഞ്ഞാണ്. എന്താണ് സ്നേഹം പറഞ്ഞത്? ഓ, എന്താണ് സ്നേഹം പറഞ്ഞത്? സ്നേഹ പറഞ്ഞത് നമ്മൾക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരിക്കണം. പിന്നെ നമ്മ എന്നിട്ട് ചെയ്യാന്ന് വിചാരിക്കണത് നമ്മ മറ്റുള്ളവരെ നോക്കാതെ ചെയ്യണം. നമുക്കൊരു വിശ്വാസം നമ്മളിൽ തന്നെ ഉണ്ടാവണം. പിന്നെ നമ്മുടെ നെഗറ്റീവ് പോയിന്റ്സ് എന്നിട്ട് നമ്മ തന്നെ ഇതാക്കിയിട്ട് അത് പോസിറ്റീവായി ചിന്തിച്ച് അങ്ങനൊക്കെ. ഓക്കെ ശരി. ഇനി നെക്സ്റ്റ് നീതു സ്റ്റീഫൻ. മലയാളത്തിൽ പറയാം. നീതു ചുമ്മാ ട്രൈ ചെയ്യും. പറയൂ. നമ്മുടെ ജീവിതത്തില്
എന്താ പറയാ, നമുക്ക് ഒരു ലക്ഷ്യം നേടണമെങ്കിൽ നമുക്ക് ആദ്യം തന്നെ നമുക്കൊരു ആത്മവിശ്വാസം വേണം. പിന്നെ മറ്റേ സ്നേഹ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഒരുപാട് നെഗറ്റീവ് ഒക്കെ ഉണ്ടാവും. പക്ഷെ നമ്മളൊരു കോൺഫിഡൻസോടുകൂടെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ നെഗറ്റീവ് ഒക്കെ നമുക്ക് പോസിറ്റീവായിട്ട് എടുക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും നമുക്ക് ആദ്യം തന്നെ ഒരു കോൺഫിഡൻസ് നമ്മുടെ ജീവിതത്തിൽ വളരെ അത്യാവശ്യമാണ്. അതൊക്കെയുള്ളത്. Okay, Nido. Self-confidence is the key to success. എല്ലാവരും എന്താണ് സെൽഫ് കോൺഫിഡൻസ് ഉള്ളവരായിരിക്കും. ഒരു മാത്രമേ നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു ചെറിയ കാര്യമാണെങ്കിൽ പോലും അച്ചീവ് ചെയ്തിട്ടുള്ളൂ. ശരിയല്ലേ? ശരിയാണോ? അതെ, ശരി. അപ്പൊ നിങ്ങൾക്കും അച്ചീവ് ചെയ്യണ്ടേ അല്ലേ? അതെ, കോൺഫിഡൻസ് എന്ന് പറയുന്ന ഒരു കോൺഫിഡൻസ് ക്യാൻ ബി ഫീലിങ്സ് അബൌട്ട് യുവർ സെൽഫ് ആൻഡ് പോസിറ്റീവ് സെൽഫ് ഔട്ട്കം ആണ്. പിന്നെ സ്ട്രെങ്ത് ഉണ്ടായിരിക്കണം, പിന്നെ എബിലിറ്റീസ് കഴിവുണ്ടായിരിക്കണം, എബിലിറ്റി ആൻഡ് പിന്നെ കപ്പാസിറ്റി ടു സക്സീഡ് എന്നാണ് എനിക്ക് തോന്നുന്നു. ഓക്കെ, ഇപ്പോ കോൺഫിഡൻസ് നമുക്ക് കൂടുതലായിട്ട് വരുന്നത് നമ്മൾ ഒറ്റയ്ക്ക് കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ്. എ പേഴ്സൺ വിത്ത് സെൽഫ് കോൺഫിഡൻസ് ക്യാൻ അലോങ് ഫേസ് ദ ബിഗ്ഗസ്റ്റ് പ്രോബ്ലംസ് ഓർ ചാലഞ്ചസ് ഇൻ അവർ ലൈഫ്. അല്ലെ, നമ്മുടെ ലൈഫിൽ നമ്മൾ ഒരുപാട് പ്രോബ്ലംസ് ഒറ്റയ്ക്ക് ഫേസ് ചെയ്യുമ്പോഴാണ് നമ്മൾ കൂടുതൽ കോൺഫിഡന്റ് ആകുന്നത്. ശരിയല്ലേ? നമ്മൾ ഒരാളെ ഡിപ്പെൻഡ് ചെയ്താണ് ഇപ്പോഴും നിൽക്കുക. ഇങ്ങനെയല്ല, ഒറ്റ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് നമ്മൾ കോൺഫിഡന്റ് ആയിരിക്കും. അപ്പൊ കോൺഫിഡൻസ് വരും, എന്തും ചെയ്യാനുള്ള ധൈര്യം വരും. ആരെയും ഫേസ് ചെയ്യാനും ആരോട് സംസാരിക്കാനും ഏത് ലാംഗ്വേജ് ആണെങ്കിൽ പോലും ആരോടും സംസാരിക്കാനുള്ള ഒരു കോൺഫിഡൻസ് നമുക്ക് വരും. ഓക്കെ, അതിലിപ്പോ നിങ്ങൾ എല്ലാവർക്കും സ്കില്ല്, ലാംഗ്വേജ് സ്കില്ല് അല്ലെ, അതിനു വേണ്ടിയാണ് നമുക്ക് ഈ കോഴ്സിൽ ഇംഗ്ലീഷ് ക്ലാസ് വന്നിരിക്കുന്നത്. സോ ലാംഗ്വേജ് സ്കിൽ നമ്മുടെ കയ്യിൽ ഉണ്ടെന്ന് വിചാരിക്കുക, സ്കിൽ ഉണ്ട്, ലാംഗ്വേജ് നമുക്ക് സംസാരിക്കാനുള്ള സ്കിൽ ഉണ്ടെന്ന് വിചാരിക്കും. പക്ഷെ എല്ലാ സ്കില്ലും ഉണ്ട്, കോൺഫിഡൻസ് ഇല്ലെങ്കിൽ കോൺഫിഡൻസ് ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? ഒന്നും നടക്കില്ല. ശരിയല്ലേ? നമ്മുടെ മിസ്റ്റേക്ക് ആണെങ്കിലും സംസാരിക്കാൻ വേണ്ടത് നമുക്ക് കോൺഫിഡൻസ് ആണ്. അത് നമ്മുടെ ലൈഫിൽ നമുക്ക് എപ്പോഴും നമ്മുടെ കൂടെ തന്നെ വേണം. അതുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ഒരിടത്തും താഴ്ന്നു കൊടുക്കേണ്ടി വരില്ല. മനസ്സിലായോ? മുകളില് കൂടി സംസാരിക്കൂ. ഇതൊക്കെ നിങ്ങൾക്ക് ടോപ്പിക്, നിങ്ങൾക്ക് ഇപ്പൊ എന്തെങ്കിലുമൊക്കെ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പറയണമെന്നുണ്ടാകാം. പറയാ, അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അപ്പോൾ തന്നെ ഓപ്പൺ ആയിട്ട് പറയും. കാരണം അതൊക്കെ ഇപ്പൊ നിങ്ങളുടെ ലൈഫിലാണെങ്കിലും മറ്റുള്ളവരുടെ ലൈഫിൽ നമ്മൾ പറയുന്ന കാര്യം മറ്റുള്ളവരാണെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്തേക്കാം. ഓക്കെ, ഇപ്പൊ ഞാൻ ഇത്രയും കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അതെ ഒരാളെങ്കിലും അത് കുറച്ചെങ്കിലും എഫക്ട് ചെയ്യും, അവരുടെ ലൈഫിൽ അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ നോക്കും. മനസ്സിലായോ? നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. അതിപ്പോ ഒരു വാക്കുകൊണ്ടാണെങ്കിലും പ്രവൃത്തി കൊണ്ടാണെങ്കിലും നമുക്ക് മറ്റുള്ളവർക്ക് സഹായിക്കാൻ തോന്നുന്ന ഒരു സഹായമാണെങ്കിലും മോട്ടിവേഷൻ ആണെങ്കിൽ അത് മാക്സിമം നമ്മളെ കൊണ്ട് ചെയ്യും. അതുകൊണ്ടാണ് ഓരോരുത്തരോടും ഞാൻ പറയുന്നത്, നമുക്ക് എല്ലാവരുടെ ലൈഫിലും വരുന്ന ഓരോ എക്സ്പീരിയൻസ് അങ്ങനെയാണ്. സോ അതിലൂടെ വന്നവരുണ്ടാകാം, അതിലൂടെ പഠിച്ചവരുണ്ടാകാം അല്ലെ. എല്ലാവരും പഠിക്കുന്ന അങ്ങനെയാണ്. എവ്രി പീപ്പിൾ പീപ്പിൾ ലേൺസ് ഫ്രം എക്സ്പീരിയൻസ്. അത് പീപ്പിൾ ആണെങ്കിലും അനിമൽസ് ആണെങ്കിലും എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ്. എക്സ്പീരിയൻസ് ആണ് എല്ലാവരും പഠിക്കാം. ശരിയല്ലേ? എല്ലാവർക്കും ഡിഫറൻസ് എക്സ്പീരിയൻസ് ഇൻ അവർ ലൈഫ്. ഓക്കെ, സോ അതിലൂടെ പറയുന്ന ഓരോ പോയിന്റ്സും നമ്മുടെ മറ്റുള്ളവർ ലൈഫിലാണെങ്കിലും ഒരുപാട് അത് ഇൻഫ്ലുവൻസ് ചെയ്യാം. ഓക്കെ, എല്ലാവരുടെ ലൈഫിലും നമുക്ക് അങ്ങനെ പറഞ്ഞു തരാനൊന്നും ആരും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. ശരിയല്ലേ? അല്ലെ, ഇതുവരെ നമ്മൾ പഠിച്ചു വന്നിട്ടുണ്ട്, ഒരുപാട് ആൾക്കാരാണ് മീറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ആരും നമ്മളെ ചിലപ്പോ ഒരു പുഷ് ചെയ്താല് ഒന്ന് രക്ഷപ്പെടുന്ന ആൾക്കാരുണ്ടാവാം. പക്ഷെ അങ്ങനെ പുഷ് ചെയ്യാൻ ആളെ കിട്ടുന്നത് അപൂർവമായിരിക്കും അല്ലെ. നമ്മുടെ ആഗ്രഹങ്ങൾ അറിഞ്ഞ് നമ്മൾ മോട്ടിവേറ്റ് ചെയ്യാനോ പുഷ് ചെയ്യാനോ ഒരാളെ കിട്ടിക്കഴിഞ്ഞാല് നമ്മളും ലൈഫിൽ എവിടെയെങ്കിലും എത്തും. ശരിയല്ലേ? എല്ലാവർക്കും കഴിവുണ്ട്, എല്ലാവർക്കും ഉണ്ട്, ഞങ്ങൾ ഓരോരുത്തർക്കും ഉണ്ട്. എല്ലാവരും ഇപ്പോ ക്ലാസ്സിൽ മോസ്റ്റ്ലി ഗേൾസ് ആണ്, വുമൻസ് ആണ് ക്ലാസ്സിലുള്ളത്. സോ എല്ലാവരും മാരീഡ് ആണ്, എല്ലാവർക്കും മക്കളുണ്ട്. സോ അവർ ഫാമിലി ലൈഫിൽ ബിസിയാണ്, എല്ലാവരും ബിസിയാണ്, ഇൻക്ലൂഡിങ് മീ, ഞാനും അങ്ങനെയൊക്കെ തന്നെയാണ്. സോ എന്നാലും നമ്മൾക്ക് വേണ്ടി ഒരു സമയം നമ്മൾ കണ്ടെത്തണ്ടേ? നമുക്കൊരു ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്.
അതിനു വേണ്ടിയാണ് ഈ കോഴ്സ് എടുത്തിരിക്കുന്നത് നമുക്കറിയാം അല്ലെ. ജോലിയാണ് എല്ലാവർക്കും ആഗ്രഹം. അത് ഫിനാൻഷ്യലി നമ്മൾ ഇൻഡിപെൻഡന്റ് ആകുക അല്ലെ. സോ ഇതിനൊക്കെ നമുക്ക് എന്ത് വേണം? കോൺഫിഡൻസ്. കോൺഫിഡൻറ്റ്. ഇത് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? കടയിൽ പോയി വാങ്ങാൻ കിട്ടോ? ഇല്ല ഇല്ല, നമ്മൾ സ്വയം അതന്നെ We should ഉണ്ടാക്കണം. overcome your fears and weakness to become self-confident. എന്താണ് ആദ്യം നമ്മുടെ പേടി മാറ്റാ, ആൾക്കാരെന്ത് വിചാരിക്കുന്നു നമ്മുടെ ചിന്ത മാറ്റാ. നമ്മുടെ വീക്ക് പോയിന്റ്സ് ആണ് അതൊക്കെ. ഈ വീക്ക് പോയിന്റ് നമുക്ക് ഒരിക്കലും വീക്ക് പോയിന്റ് എല്ലാവർക്കും ഇല്ല. നമ്മൾ ജനിച്ചപ്പോ കിട്ടുന്നതാണ് ഇതെല്ലാം. ഈ പേടിയൊക്കെ നമുക്ക് ജനിച്ചപ്പോ കിട്ടുന്നതാണോ? അല്ല, നമ്മൾ വളർത്തിയെടുക്കുന്നതാണ്. നെഗറ്റീവ്സിനെല്ലാം നമ്മൾ വളർത്തിയെടുക്കുന്നതാണ്. പക്ഷെ പോസിറ്റീവ്സിനെ നമ്മൾ വളർത്തിയെടുക്കാറുണ്ടോ? അങ്ങനെ ചെയ്യില്ല നിങ്ങൾ ഫുൾ നെഗറ്റീവ് ആണ്. അവരെന്ത് വിചാരിക്കും? പക്ഷെ അവിടെ പോയാൽ എന്ത് വിചാരിക്കും? ഇപ്പൊ മിസ്സിനോട് അഡ്മിറ്റ് സംസാരിച്ചാൽ ഇംഗ്ലീഷ് സംസാരിക്കണ്ടേ? ഷോ അതെന്ത് ചെയ്യും? ഓരോരോ നിസ്സാര കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് പേടിയാണ്. പേടി, ചമ്മ, ഇതൊക്കെ ഉണ്ട്. ഇതൊക്കെ നിങ്ങൾ തന്നെ ഉണ്ടാക്കുന്ന സാധനങ്ങളല്ലേ? അല്ലേ? അതെ അതെ. അതെ അതെ. അതെ, ഇതൊക്കെ മാറ്റണ്ടേ? ഇനി എന്നാ മാറ്റാ? പ്രായമായി, എത്ര വയസ്സായി നിങ്ങൾക്കൊക്കെ? ഇനി പറയുകയാണെങ്കിൽ കുറച്ച് ലൈഫ് ഉള്ളൂന്നേ. എൻജോയ് ചെയ്യും മാക്സിമം. എത്ര നാളൊക്കെ പേടിച്ചിട്ടിരിക്കാം? ഒരു പേടിയില്ലാതെ ലൈഫ് എൻജോയ് ചെയ്യാൻ നോക്കാം. ഓക്കെ, സംസാരിക്കാൻ റെഡിയാണോ? ഇത് പറയൂ, ചുമ്മാ എന്തെങ്കിലും പറഞ്ഞേ. എന്താണ് ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് എന്താ തോന്നിയത്? നിങ്ങൾ എങ്ങനെയാണ്? എനിക്ക് നിങ്ങളെ കുറിച്ച് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. നിങ്ങൾ എങ്ങനെയാണ്? ഞാൻ പറഞ്ഞ എല്ലാ സ്വഭാവങ്ങളും ഗുണങ്ങളും ഉള്ള വ്യക്തികളാണ് ഓരോരുത്തരും. അതെ. നീതു എന്തൊക്കെയോ പറയാനുണ്ടല്ലോ. നീതു പറയൂ. മിസ് പറഞ്ഞതുപോലെ തന്നെ ലൈഫിൽ കുറെ പോകുന്നു. ഒത്തിരി എന്താ പറയാ, നല്ലൊരു പ്രായം കഴിഞ്ഞു പോയി. എവിടെ എത്താൻ പറ്റിയിട്ടില്ല. നല്ലൊരു പ്രായം കഴിഞ്ഞു എന്ന് പറയുന്നത് കേട്ടോ. സ്ത്രീകൾക്ക് ഏറ്റവും നല്ലൊരു പ്രായം ഒരു ടീനേജേഴ്സ് കഴിഞ്ഞ പിന്നെ വരുന്നത് 40s-ലാണ്. 40s മാക്സിമം എൻജോയ് ചെയ്യുന്ന ഒരു ഏജ് ആണ്. കാരണം എല്ലാം റിയലൈസ് ചെയ്തുകൊണ്ടിരുന്ന പ്രായമാണ്. ഓക്കെ, എന്താ പറഞ്ഞു നീതു? എന്താ പറഞ്ഞേ? അല്ല, ഞാൻ 40s അല്ല 30s ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞതാ. ഞാനും 30s-ലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, സോ മാറാൻ നോക്കാം കേട്ടോ. ബോറടിക്കുന്നുണ്ടോ? ക്ലാസ് എടുക്കണോ? ഞാൻ ബോറടിക്കുന്നുണ്ടോ? ബോറടിക്കുന്നുണ്ട് എപ്പോ പറയാതെ എന്നോട്. ഇല്ല, ബോറടിക്കുന്നില്ല. ബോറടിക്കുന്നില്ല മിസ്. ഇല്ല എന്ന് പറയൂ. നിങ്ങൾ സംസാരിക്കുന്നത് ഞാൻ പറയുന്നത് മാത്രം കേട്ടിരുന്നാ മതിയോ? എനിക്ക് നിങ്ങൾ പറയുന്നത് കേൾക്കണ്ടേ? നീതു, പ്രശാന്ത് പറയൂ. യെസ് മിസ്. എല്ലാവരും ഡിഫറെന്റ് ക്യാരക്ടേഴ്സ് ആണ്. അപ്പം നമ്മള് എന്താണ്, എന്തിനെ കുറിച്ചാണ് മിസ് പറയേണ്ടത്? എന്നെ കുറിച്ചാണോ? നീതു കോൺഫിഡന്റ് ആണോ? നമുക്ക് തന്നെ അറിയാം. നമ്മുടെ മെറിറ്റ്സും ഡിമെറിറ്റ്സും നമുക്ക് തന്നെ അറിയാൻ പറ്റും. മെന്റലി ഞാൻ പ്രിപ്പയർ അല്ലായിരുന്നു. അപ്പം ഈ ഒരു കോഴ്സ് ഞാൻ എടുത്ത് എനിക്കൊരു എയിം ഉണ്ട്. ഇപ്പം നമുക്ക് ഈ കോഴ്സ് കംപ്ലീറ്റ് ആക്കണം എന്നുള്ള ഒരു എയിം ഉണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഇമ്പ്രൂവ് ചെയ്യാണ്. ടു ഇമ്പ്രൂവ് സെൽഫ് കോൺഫിഡൻസ് അതാണ് എനിക്ക് പറയാനുള്ളത്. ഇനി ഇമ്പ്രൂവ് ചെയ്യാൻ കിടക്കുകയാണ്. അതുകൊണ്ട് ഞാൻ അങ്ങനെയാണ് ചിന്തിക്കുന്നത് ഇപ്പം. ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യാൻ എല്ലാവരും അങ്ങനെയാണ് ലൈഫിൽ. ഓരോ ദിവസവും ഡേ ബൈ ഡേ നമ്മള് ഓരോ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ. നോട്ട് ഡിപ്പെൻഡ് അനദർ പേഴ്സൺസ്. ഒരിക്കലും ചെയ്യരുത്. ഇമോഷണലി ആണെങ്കിലും ഫിനാൻഷ്യലി ആണെങ്കിലും. ഓക്കെ, ഫിസിക്കലി ആൻഡ് മെന്റലി എൻ്റെ ഒരു ലൈഫ് വെച്ചിപ്പോ ഞാൻ അങ്ങനെ ഇപ്പൊ മുന്നോട്ട് പോകുന്നത്. കാരണം എൻ്റെ ഹസ്ബൻഡ് ഇപ്പൊ പോയിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് 7 months ആയതേ ഉള്ളൂ. മിസ്സിനോടായിട്ട് ഞാൻ ഓപ്പൺ ആയിട്ട് പറയാണ്. അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു കോഴ്സ് ഞാനിപ്പം ഒരു മെന്റലി ആൻഡ് എനിക്കൊരു ഇത് വരാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഈ കോഴ്സ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പം എന്ന് പറഞ്ഞാൽ ക്ലിയർ ആയിട്ടില്ല എങ്കിലും എനിക്ക് ഇതിൽ കുറെ ഫ്രണ്ട്സിനെ നമുക്ക് പരിചയപ്പെടാൻ പറ്റി. അപ്പൊ അതൊരു വലിയൊരു കാര്യമാണ്. നല്ല ക്ലിയർ ആയിട്ട് പഠിപ്പിക്കുന്ന മിസ്സുമാരെ എനിക്ക് കിട്ടി. അതുകൊണ്ട് ഞാൻ ഇപ്പൊ കുറച്ചൊക്കെ ഹാപ്പി ആയിട്ട് വരുന്നു.
എന്നേ പറയാൻ പറ്റൂ. അതുകൊണ്ട് എനിക്കൊരു എയിം ഉണ്ട്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണം, അങ്ങനെ ഒരു ഇതുണ്ട്. ഓക്കെ നീതു, ഒരു ലക്ഷ്യം അത് നല്ലതാണ്, അത് അച്ചീവ് ചെയ്യട്ടെ. പക്ഷെ മാക്സിമം നിങ്ങളുടെ ഈ ഫ്രണ്ട്സ് ഈ ഒരു ബോണ്ടിങ് നിങ്ങൾ ഒരിക്കലും എന്താണ് അവോയ്ഡ് ചെയ്യാനോ അത് മിസ്യൂസ് അല്ല, നമ്മളത് മാക്സിമം യൂസ് ചെയ്യുക, യൂട്ടിലൈസ് ചെയ്യുക, നിങ്ങൾ ഷെയർ ചെയ്യുക. എല്ലാവർക്കും എല്ലാവരുടെ ലൈഫിലും ഓപ്പൺ ആയിട്ട് സംസാരിക്കാനോ അങ്ങനെ ഒരു ആളെ കിട്ടാനും ചാൻസ് കുറവാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. കുറവാണ് വിശ്വസിച്ച് പറയാനോ, അല്ലെങ്കിൽ നമുക്കൊന്ന് ജസ്റ്റ് ഈ വിഷമം വരുമ്പോ ഒന്ന് ഓപ്പൺ ആവണം എന്ന് തോന്നാറില്ല. എല്ലാവർക്കും തോന്നുന്ന ലൈഫില് അല്ലെ, അങ്ങനെ ഒരു ഫ്രണ്ടിനെ കിട്ടിയാൽ കൊള്ളാമെന്നുണ്ടാവാം, എല്ലാവർക്കും വന്നിട്ടുണ്ടാകാം. സോ മാക്സിമം നിങ്ങൾ തമ്മിൽ ഒരു ബോണ്ടിങ് വരുത്താൻ നോക്കുക. അത് കുറെ പേർക്ക് ഇപ്പൊ നീതു പറഞ്ഞ പോലെ ഒരു റിലാക്സേഷൻ ആണ് അല്ലെ നീതു. ഇപ്പൊ ക്ലാസ്സിൽ 1 hour നീതു അറിയുന്നില്ല 1 hour പോകുന്നത് അല്ലെ. ഇല്ല 1:30 തൊട്ട് 3:30 ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്കൊരു മനസ്സിനൊരു വേറൊരു എന്താണ് പോകുന്നുണ്ടല്ലോ, വേറൊരു ക്ലാസ്സിലേക്ക് നമ്മൾ എപ്പോഴും പഠിക്കുക എന്ന് പറയുന്നത് നമുക്കത് കണ്ടിന്യൂസ് ഒരു പ്രോസസ് ആണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ എപ്പോ വേണേലും പഠിക്കുന്നതിന് അങ്ങനെ ഒരു ഇതില്ലല്ലോ. ഞാനും ക്ലാസ് എടുക്കുന്നതാണ്, ട്യൂഷൻ ക്ലാസ് ഒക്കെ എടുക്കുന്നതാണ് മിസ്. അപ്പൊ അതുകൊണ്ട് നമ്മളും കുട്ടികൾക്ക് അങ്ങനെയാണ് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ മാക്സിമം അങ്ങനെയൊക്കെ ഓരോ നിമിഷം സന്തോഷിക്കാതെ. ആദ്യമൊക്കെ കുറച്ച് ക്ലാസ് ഒക്കെ ബോറായിരുന്നു ഫസ്റ്റ് ടൈം ഒക്കെ ജോയിൻ ചെയ്തപ്പോ. പിന്നെ ഫ്രണ്ട്സിനൊക്കെ ഇങ്ങനെ ഗ്രൂപ്പിലൊക്കെ മെസ്സേജ് അയച്ചിട്ട് അറിയാൻ തുടങ്ങിയപ്പോ ഇപ്പൊ ക്ലാസ് ഒക്കെ ഇൻട്രസ്റ്റിംഗ് ആണ്. അവരിങ്ങനെ സംസാരിക്കുമ്പോഴാണെങ്കിലും മെസ്സേജ് അയക്കുമ്പോഴൊക്കെ ആണെങ്കിലും നമുക്കൊരു ഹാപ്പി. പൊതുവെ ഞാൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സിൽ അങ്ങനെ ആ ഒരു ബോണ്ടിങ് ചില ബാച്ചുകൾ മാത്രമേ കണ്ടിട്ടുള്ളൂ. പക്ഷെ അങ്ങനെ ഒരു ബോണ്ടിങ് ഉണ്ടെങ്കിൽ ആ ബാച്ച് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. നിങ്ങൾക്ക് തന്നെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും. നിങ്ങൾ ഗ്രൂപ്പിൽ ഡിസ്കഷൻ, നിങ്ങൾ ചാറ്റ് ചെയ്യുന്നു, അതൊക്കെ ഒരു നമ്മൾ മെന്റലി കുറേയൊക്കെ നമ്മൾ റിലാക്സ്ഡ് ആവും. അത് ഞാൻ ഇപ്പോഴും ഞാൻ നിങ്ങളോട് പറയാറുണ്ട്. ആ ഒരു ഫ്രണ്ട്സ് എന്ന് പറയുന്നത് ഒരു വേറൊരു ഫീലാണ് അല്ലെ. നമ്മൾ കുറച്ചു നേരമെങ്കിലും ഒരാള് നമ്മളോട് കണ്ടിന്യൂസ്ലി ചാറ്റ് ചെയ്യാനുണ്ടെങ്കിൽ നമ്മളെല്ലാം മറക്കും. ശരിയല്ലേ? എനിക്ക് എങ്ങനെയാണല്ലോ, ഞാൻ എല്ലാം മറക്കും. നമുക്ക് പ്രത്യേകിച്ചൊന്നും ടൈം ഓർക്കാൻ ടൈം കിട്ടുന്നില്ലല്ലോ അല്ലെ. കാരണം വീട്ടിൽ സംസാരിക്കുന്നു എങ്ങനെയാണ്. സോ നെഗറ്റീവ്സ് ഫുൾ നമ്മൾ നെഗറ്റീവ്സ് നോക്കാതെ പോസിറ്റീവ്സ് ആയിട്ട് നോക്കാം. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറഞ്ഞത്? എന്താന്ന് മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ട് മിസ്. ഞാൻ പൊതുവെ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് മോണ്ടിസോറി കോഴ്സിലാണ്. നേച്ചിയിൽ അങ്ങനെ ഞാൻ ഇങ്ങനെ സംസാരിച്ചിട്ടില്ല. ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനെ ഒരു മലയാളത്തിലാണെങ്കിൽ ഇങ്ങനെ ഒരു ഇന്ററാക്ഷൻ വരുന്നത് ഫസ്റ്റ് ടൈം ആണ്. കാരണം ഈ ബാച്ചിൽ അങ്ങനെ നമുക്ക് ഇന്ററാക്ട് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. മറ്റത് മോണ്ടിസോറി എന്ന് പറയുമ്പോൾ ടീച്ചേഴ്സ് ആയതുകൊണ്ട് നമുക്ക് ഒരുപാട് അവരെ പേഴ്സണാലിറ്റി ആണെങ്കിലും ഒരുപാട് ഡെവലപ്പ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. സോ ഒരുപാട് ഇന്ന് സംസാരിക്കാറുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നുണ്ട് മേ ബി എച്ചിയിലും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സിലും അങ്ങനെ തന്നെ വേണമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം നിങ്ങൾ ജസ്റ്റ് കോഴ്സ് പഠിക്കുന്നു, സർട്ടിഫിക്കറ്റ് വാങ്ങുന്നു, പോകുന്നു, ആ ഒരു രീതിയാണ്. ശരിയല്ലേ? അങ്ങനെ ഒരു മൈൻഡ് എല്ലാവർക്കും അങ്ങനെ ആയിരുന്നു ആണോ? ഇപ്പൊ അങ്ങനെ എല്ലാം അങ്ങനെ ആയിരുന്നു എന്നാണോ? അങ്ങനെ ആയിരുന്നു. ഇപ്പൊ അങ്ങനെയല്ല അല്ലെ. ഇപ്പൊ ഒരു കണക്ഷൻ ഉണ്ട് നിങ്ങൾക്ക് എല്ലാവരുമായിട്ട്. കണക്ഷൻ ഉണ്ട്. ഞാൻ എല്ലാവരോടും കണക്ഷൻ, എല്ലാവരെയും പരിചയപ്പെട്ടിട്ടില്ലെങ്കിലും നീതു പ്രശാന്തും ഞാനും ഭയങ്കര ക്ലോസ് ആയി ക്ലാസ്സിലൂടെ അതെ, വന്നിട്ട്. ഞങ്ങൾ രണ്ടുപേരും ഭയങ്കര ക്ലോസ് ആണ്. നീതുമാർ എനിക്ക് കൂടുതലായിട്ടും നല്ലൊരു ഫ്രണ്ടാണ്. എല്ലാവരെയും ഞാൻ അങ്ങനെ കരുതുന്നുണ്ട്. പക്ഷെ കൂടുതലായിട്ട് ഞങ്ങൾ തമ്മിൽ നല്ലൊരു ബോണ്ടിങ് ഉണ്ട്. അതുപോലെ തന്നെ എന്താണ്, ഓപ്പൺ മൈൻഡ് ആണ് ഞങ്ങൾ രണ്ടുപേരും. അങ്ങനെ എല്ലാവരുമായിട്ട് നമുക്കൊരു കണക്ഷൻ കിട്ടിയില്ലെങ്കിലും ഒരാളെങ്കിലും നമുക്ക് ഉണ്ടാവും അല്ലെ, നമ്മുടെ മൈൻഡായിട്ട് കണക്ട് ആവാം. കൊള്ളാം. അങ്ങനെ എല്ലാവർക്കും ഒരു ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ നല്ലതാണ് എന്നാ ഞാൻ പറയുന്നത്. കാരണം എനിക്ക് പൊതുവെ അങ്ങനെ ആഗ്രഹം ഫ്രണ്ട്സ് ഒന്നും ഇല്ല, കുറച്ച് പേർക്ക്. പക്ഷെ ഇപ്പൊ അങ്ങനെയാണ്, മൈൻഡ് മാറി. ഞാൻ മാറ്റിയതാണ് എന്റെ മൈൻഡ് കേട്ടോ. ഞാനും നിങ്ങളൊക്കെ പോലെ ആയിരുന്നു, ഭയങ്കര വൃത്തിയുടെ മൈൻഡായിരുന്നു എനിക്ക്. അതുകൊണ്ട് എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് നീതു ആണെങ്കിൽ എനിക്ക് കോൺഫിഡൻസ് ലെവൽ കൂട്ടാനുള്ള കാര്യങ്ങൾ പറയാറുണ്ട്. കാരണം എപ്പോഴും എനിക്ക് അങ്ങനെയാണ്, നല്ലൊരു ഫ്രണ്ടാണ്. ഓൾവേസ് നമ്മൾ ഇരിക്കട്ടെ ഫോറെവർ. ഒരു സപ്പോർട്ടിംഗ് സിസ്റ്റം നമുക്ക് ഇപ്പോഴും നമ്മുടെ ലൈഫിൽ വേണം. അത് ആരാണെങ്കിലും, അതിപ്പോ ആരും ആവാം കേട്ടോ, അല്ലെ സ്ട്രേഞ്ചർ ആണെങ്കിൽ പോലും ആവാം.
ഇപ്പൊ നിങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല ഏതോ ഒരു ഫ്രണ്ടിനെ കോഴ്സിലൂടെ കിട്ടും അല്ലെ, നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു കാര്യങ്ങളല്ലേ ഇതൊക്കെ. സോ അതെ അതെ. ലൈഫിൽ എന്തും എപ്പോഴും സംഭവിക്കാം. നീതു പ്രശാന്ത് എപ്പോഴും ഇപ്പൊ ഇങ്ങനെ സംസാരിക്കാൻ ആള് ഭയങ്കര സാഡാണ്. അപ്പൊ ഞാനിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ ധൈര്യപ്പെടുത്തിക്കൊണ്ടിരിക്കും. ഓക്കെ, ഒരുപാട് ഒരുപാട് മാറ്റം ഉണ്ടാവണം അല്ലെ. പിന്നെ വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? സംസാരിക്കൂ എല്ലാവരും. എനിക്കാണെങ്കിൽ നിങ്ങൾ പേഴ്സണലി ഒന്നും അറിയില്ല, ശരിയല്ലേ? ജസ്റ്റ് പേര് മാത്രം അറിയാം, വേറെ ഒന്നും അറിയില്ല കാര്യമായിട്ടൊന്നും. മിസ് എവിടെ പറയൂ. ഫാത്തിമ, ഫാത്തിമ സംസാരിക്കാറില്ലല്ലോ പൊതുവെ. ഇനി ആരെങ്കിലും സംസാരിക്കുന്നുണ്ടോ? ഇല്ല, ഇല്ലെന്നാണോ? അപ്പൊ ഇത്രയും ഞാൻ പറഞ്ഞത് വെറുതെ ആണ് അല്ലെ? Just wait a second.
ഓക്കെ, സോ എന്താണ് ഫാത്തിമ എന്താ പറഞ്ഞേ? ഓഡിയോ ഓണാക്കുമ്പോൾ കട്ടായി പോകുക, അതുകൊണ്ടാണ്. ഓക്കെ ഫാത്തിമ, സോ എല്ലാരും പരിചയപ്പെടാണോ? ഇപ്പോഴാണ് നിങ്ങളൊക്കെ പരിചയപ്പെടുന്നേ? മിസ് പോയിട്ടില്ല, മിസ് ഇവിടെ തന്നെ ഉണ്ട്. ഓക്കെ, സോ ഇംഗ്ലീഷ് ക്ലാസ് എങ്ങനെയാണ്? നിങ്ങൾക്ക് ഓക്കെ ആണ്? ഇംഗ്ലീഷ് ഒക്കെ മനസ്സിലാവുന്നുണ്ടോ? ഇമ്പ്രൂവ്മെന്റ്സ് ഉണ്ട് എല്ലാവർക്കും? ഉണ്ടോ? കുറച്ചൊക്കെ ഉണ്ട് മിസ്. കുറച്ചൊക്കെ ഉണ്ട്. ഞാൻ പഠിപ്പിക്കുന്നുണ്ട്, ബാക്കിയൊക്കെ നിങ്ങളുടെ കയ്യിലാണ് കേട്ടോ. ക്ലാസ് അയ്യോ മിസ് പഠിപ്പിച്ചിട്ടൊന്നും മനസ്സിലായില്ല, അത് ഞങ്ങൾക്ക് മാറ്റങ്ങളൊന്നുമില്ല എന്ന് പറയരുത്. അതുകൊണ്ട് പറഞ്ഞു വരുന്നത് എന്താന്ന് മനസ്സിലായോ? ഇപ്പൊ കോൺഫിഡൻസ് എന്ന് പറഞ്ഞ ടോപ്പിക് നമ്മൾ പ്രസന്റ് ചെയ്യാൻ കാരണം എന്താണെന്ന് അറിയോ? ഞാൻ വെറുതെ വന്നാണോ ഇങ്ങനെ പറയുന്നേ? അങ്ങനെ തോന്നിയോ നിങ്ങൾക്ക്? ഇല്ല മാം, എല്ലാവർക്കും കോൺഫിഡൻസ് അറിയോ മാളവിക? എല്ലാവർക്കും കോൺഫിഡൻസ് ഉണ്ടാവാൻ വേണ്ടിട്ടല്ലേ. കുറച്ചുകൂടെ പറയൂ. ഈ പറയുന്ന കോൺഫിഡൻസ് നിങ്ങൾക്ക് ഉണ്ടോ? അതാണ് നിങ്ങൾ സംസാരിക്കാതെ. ഇല്ല. അതാണ് ഞാൻ ടോപ്പിക് കൊണ്ടുപോകുന്നത്. മനസ്സിലായോ? നിങ്ങൾ ആരും എല്ലാവരും പറയുന്നുണ്ട് കോൺഫിഡന്റ് ആണ്, ശരിയാണ്, കോൺഫിഡന്റ് ആണ്. പക്ഷെ അവർ പേടി മാറ്റാം, അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാനുള്ള ധൈര്യം കാണിക്കുക. ഓക്കെ, ആരൊന്നും വിചാരിക്കില്ല, സംസാരിക്കൂ. ഓക്കെ മിസ്. ഓക്കെ മിസ്. ഇല്ല മിസ്. ഓ ശരിയാണ് മിസ്. ഇതൊക്കെയാണ് പറയുന്നത്. ഇതല്ല എനിക്ക് വേണ്ടത്. സംസാരിക്കുക. എന്താണ് നിങ്ങൾക്ക്, എന്താണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറയുന്നത്? നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരിക്കണം. നമുക്ക് ഇപ്പോൾ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരിക്കണം. ഇപ്പൊ ഇന്റർവ്യൂവിനൊക്കെ പോവാണെങ്കിൽ ഇന്റർവ്യൂ ചെയ്യുന്ന ആ വ്യക്തി കൂടുതലായിട്ട് നമ്മുടെ കോൺഫിഡൻസ് ആണ് അവർ കൂടുതൽ നോക്കാം. ഇപ്പൊ പ്രത്യേകിച്ച് ഹോസ്പിറ്റൽ ഫീൽഡ് ആകുമ്പോൾ നമുക്ക് ഒരു സെൽഫ് കോൺഫിഡൻസ് ഉണ്ടായാലേ നമ്മുടെ ഡ്യൂട്ടിയിൽ നന്നായിട്ട് പെർഫോം ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഇപ്പൊ നിങ്ങൾ ഇംഗ്ലീഷ് ടീച്ചറായിട്ട് ആവാനാണെങ്കിൽ നിങ്ങൾക്ക് ഇന്റർവ്യൂവിന് പോകുമ്പോൾ ഒരു സ്കില്ല് കാണും, അത് അവർ നോക്കും, ശരിയല്ലേ? പക്ഷെ അല്ലാതെ നിങ്ങൾ ഹോസ്പിറ്റൽ ഫീൽഡിലാണ് നോക്കുന്നത്. പക്ഷെ നമുക്ക് സെൽഫ് കോൺഫിഡൻസ് വേണം. കാരണം നമ്മള് എന്താണ്, നമുക്ക് എന്തൊരു പ്രോബ്ലം വന്നാലും അതെങ്ങനെ ഹാൻഡിൽ ചെയ്യാം, അത് നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യണ്ടേ? എന്ത് ഹോസ്പിറ്റൽ ആണെങ്കിലും ശരി, എന്തൊരു പ്രോബ്ലം വരുമ്പോഴും നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അതെ, നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യണമെങ്കിൽ നമുക്ക് ആ ഒരു ധൈര്യം വേണം, ശരിയല്ലേ? അല്ലെങ്കിൽ നമ്മളിങ്ങനെ നിൽക്കുള്ളൂ. ചില സമയത്ത് കോൺഫിഡൻസ് ആയിട്ട് എന്തെങ്കിലും ചെയ്യാൻ നോക്കുമ്പോ അത് ഓവർ കോൺഫിഡൻസ് ആയിട്ട് കൊണ്ടുപോകാറുണ്ട്. അത് പിന്നെ ചില സമയത്ത് മാറി നിൽക്കും. ഓവർ കോൺഫിഡൻസ് അത്ര നല്ലതല്ല കേട്ടോ, അങ്ങനെയൊരു കാര്യം. പക്ഷെ എന്ത് വിചാരിക്കും എന്നൊരു ചിന്ത വേണ്ട. നമുക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യം നമുക്ക് ചെയ്യാം. അപ്പൊ നമുക്ക് അങ്ങനെ ശരിയെന്ന് തോന്നാറില്ല എന്ന് പറയും. അങ്ങനെയല്ല കോൺഫിഡൻസ് നഷ്ടപ്പെടാൻ കാരണം ഒരു ചിന്തയാണ്. മറ്റുള്ളവരെ നമ്മളെ കുറിച്ച് എന്ത് വിചാരിക്കും എന്നുള്ളൊരു ചിന്ത കാരണം കൊണ്ടാണ് മിക്കപ്പോഴും നമ്മുടെ കോൺഫിഡൻസ് ഇല്ലാതായി പോകുന്നത്. എനിക്കും എക്സ്പീരിയൻസ് ഉണ്ട് അതില്. അവരെന്ത് വിചാരിക്കും ഞാൻ അങ്ങനെ പറഞ്ഞാൽ, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്താൽ അവരെന്ത് വിചാരിക്കും, അങ്ങനെ തോന്നുമ്പോ നമ്മളും ഓട്ടോമാറ്റിക്കലി അങ്ങനെ വേണ്ട, വെറുതെ ഇരുന്നാ മതി, അതോ പിന്നെ ആരൊന്നും പറയില്ലല്ലോ എന്നുള്ളൊരു ചിന്ത വരുമ്പോഴാണ് നമുക്കൊന്നിലും മുന്നേറാൻ പറ്റാത്ത ഒരു സാഹചര്യം വരുന്നത്. അത് എല്ലാവർക്കും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. അവരെന്ത് വിചാരിക്കും? എക്സ്പീരിയൻസ് ചെയ്യാത്ത ഒരാള് പോലും നമ്മുടെ എന്താണ് ഇവിടെ ഉണ്ടാവില്ല. എല്ലാവരും ക്ലാസ്സിലാണെങ്കിൽ നിങ്ങൾ ചോദിച്ചു നോക്കിയാൽ എല്ലാവരും എന്താ വിചാരിക്കും? ഞാൻ വിചാരിച്ചിട്ടുണ്ട്, പക്ഷെ അത് മണ്ടത്തരാണെന്ന് പിന്നീട് നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു ദിവസം നിങ്ങൾക്ക് അത് മനസ്സിലാവും, അങ്ങനെയൊക്കെ ചെയ്ത് മണ്ടത്തരായിരുന്നു, റിഗ്രറ്റ് ചെയ്യും നിങ്ങള്. ഓക്കെ, ആ ഒരു ടൈമിലേക്ക് എത്തരുത് കേട്ടോ. എനിക്ക് ഇപ്പോഴേ നിങ്ങൾ റിയലൈസ് ചെയ്യാം പല കാര്യങ്ങളും. ഓക്കെ, അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുക. ഇംഗ്ലീഷ് ആണെങ്കിൽ പോലും നന്നായിട്ട് സംസാരിക്കാൻ നോക്കുക, പ്രാക്ടീസ് ചെയ്യുക. വീട്ടിലാണെങ്കിലും ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ ആരെ കളിയാക്കുക, അങ്ങനെ ചിന്ത ഒന്നും വേണ്ടെന്നേ. കളിയാക്കുന്നവർ കളിയാക്കട്ടെ, നമുക്ക് വേണ്ടി ജീവിക്കുന്നതാണ്. നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, ഇംഗ്ലീഷ് നന്നായിട്ട് സംസാരിക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. സോ അതിനു വേണ്ടി നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുക. അതിന് നിങ്ങൾ ആരെ എന്തൊക്കെ പറഞ്ഞാൽ മൈൻഡ് ചെയ്യണം. ഒരു ദിവസം നിങ്ങളെ ഇത്ര നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്നേ എന്ന് പറയിപ്പിക്കണം. ആ ഒരു ഭാഷയോടെ പഠിക്കാം. ഓക്കെ, കുറച്ചൊക്കെ എനിക്ക് ഞാനുണ്ടല്ലോ
ഇപ്പൊ കുറച്ച് നാളേക്ക് ഉള്ളൂ നമ്മള് കോഴ്സ് കംപ്ലീറ്റ് ആവാനായിട്ട്. അതിക്കുള്ളിൽ നിങ്ങൾ എല്ലാം പഠിക്കാൻ നോക്കുക, മാറാൻ നോക്കുക, മാറ്റേണ്ട കാര്യങ്ങളൊക്കെ മാറ്റാൻ നോക്കുക. ഓക്കെ ആണോ? ഇതൊക്കെ ഞാൻ പറയുന്നത് വൃത്തിയാക്കോ? ഗ്രാമർ ഒക്കെ പഠിക്കുന്നുണ്ടല്ലോ, പക്ഷെ അത് നമ്മുടെ മൈൻഡിൽ വരുന്നുണ്ട്. പക്ഷെ അത് നമ്മള് സംസാരിക്കാത്തതുകൊണ്ട് പിന്നെ വീണ്ടും അത് നമ്മുടെ ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. നമ്മള് വീട്ടിൽ തന്നെ നിൽക്കുന്നതുകൊണ്ട് ആരോടും സംസാരിക്കുന്നില്ലല്ലോ. വീട്ടില് മലയാളത്തിൽ തന്നെയല്ലേ സംസാരിക്കണം. അങ്ങനെ വരുമ്പോ ഞാൻ എന്റെ ഒരു ഇത് അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ ഞാൻ +2 കഴിഞ്ഞിട്ട് ഗ്രാമർ ക്ലാസ്സിനൊക്കെ പോയതാണ്. പക്ഷെ ഇപ്പൊ തീരെ ടച്ച് ഇല്ലാണ്ടായി എനിക്ക്. ആരോടും സംസാരിക്കുന്നില്ലല്ലോ. ശരിയാണ്. പക്ഷെ നമ്മള് വായിക്കാൻ നോക്കാട്ടോ, കേൾക്കുക, റീഡ് ചെയ്യുക. അപ്പൊ നമ്മൾ ആ ലാംഗ്വേജ് ഒക്കെ കുറച്ച് കണക്റ്റഡ് ആയിരിക്കും. എന്നിട്ട് നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്ന മലയാളം സെന്റൻസ് ഒക്കെ ഇല്ലേ, നമ്മൾ വീട്ടിൽ സംസാരിക്കുന്ന ഒരുപാട് മലയാളം സെന്റൻസ് ഉണ്ടല്ലോ. നീ അവിടെ പോലെ വിക്ക് ഞാൻ വരാം എന്നൊക്കെ പറയുന്ന ഒരുപാട് സെന്റൻസ് നമ്മൾ ഡെയിലി സംസാരിക്കുന്നുണ്ട്. സെന്റൻസ് എല്ലാം നമ്മൾ നോട്ട് ബുക്ക് എഴുതി വെക്കുക. എന്നിട്ട് അതിന് ട്രാൻസ്ലേഷൻ, ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ എഴുതി വെക്കുക. മാക്സിമം സംസാരിക്കുക. മക്കളുണ്ടെങ്കിൽ മക്കളോടാണെങ്കിലും ആ മലയാളം പറയുന്ന സ്ഥലത്ത് നമ്മൾ ഇംഗ്ലീഷ് പറയാൻ നോക്കാം. അത് കളിയാക്കും, അത് മൈൻഡ് ചെയ്യാം. അങ്ങനെയേ പഠിക്കുള്ളൂ. കളിയാക്കലൊക്കെ ഏറ്റുവാങ്ങിയതിനു ശേഷമാണ് നമ്മൾ ലാംഗ്വേജ് പഠിക്കാൻ. ഓക്കെ, അവസരം കിട്ടാനും കാത്തിരിക്കണ്ട. ഇംഗ്ലീഷ് സംസാരിക്കാൻ ഒരാൾ വരട്ടെ എന്ന് കാത്തിരിക്കണ്ട. അങ്ങനെ കാത്തിരുന്നവരുണ്ടോ? ഒരാളെ കിട്ടിയിരുന്നെങ്കിൽ ഇംഗ്ലീഷ് സംസാരിക്കാനായിട്ട് ഞാൻ പഠിച്ചേനെ എന്ന് പറഞ്ഞ ആരെങ്കിലും ഉണ്ടോ? ഇല്ല, ഞാനൊക്കെ ഒറ്റയ്ക്ക് ഇരുന്ന് സംസാരിക്കും. എനിക്കറിയാം, എന്നെ കുറിച്ച് എനിക്കറിയാലോ. അതുകൊണ്ട് ഞാനെന്ന് ഇംഗ്ലീഷ് പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല. പിന്നെ ഏറ്റവും നല്ലത് നമുക്ക് തന്നെ വാട്സാപ്പില് നമുക്ക് തന്നെ മെസ്സേജ് യുവർ സെൽഫ് അല്ലെ ചെയ്യാലോ. അങ്ങനെ വോയിസ് അയക്കും, അങ്ങനെ കേൾക്കും, എന്നിട്ട് മോഡുലേഷൻ ഒക്കെ വരുത്താം, അല്ലെങ്കിൽ പ്രൊണൗൺസിയേഷൻ ചെയ്യാം. എന്നിട്ടൊക്കെ അങ്ങനെ അങ്ങനെ വോയിസ് നോട്ട് കഴിക്കാം. അങ്ങനെ നമ്മുടെ പേടിയൊക്കെ മാറും. ഒരു കാര്യം നമ്മുടെ പ്രാക്ടീസ് ചെയ്ത് പഠിച്ചാൽ ഒരിക്കലും നമ്മുടെ ഉള്ളിൽ നിന്ന് പോകില്ല. ഓട്ടോമാറ്റിക് ആണെങ്കിലും നമ്മൾ അറിയാണ്ടാണെങ്കിലും പോലും പറഞ്ഞു. സോ അങ്ങനെയൊക്കെ പഠിക്കാൻ നോക്കാം മാക്സിമം. എപ്പോഴും കോൺഫിഡന്റ് ആയിട്ടിരിക്കുക. ബിലീവ് യുവർ സെൽഫ് ആൻഡ് യുവർ എബിലിറ്റീസ്. നമുക്ക് നമ്മളെ തന്നെ വിശ്വാസം വേണം, നമ്മുടെ കഴിവുകളിൽ വിശ്വാസം വേണം. ഓക്കെ, അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ലൈഫിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാം വി ക്യാൻ അച്ചീവ് യുവർ ലൈഫ്. വാട്ട് യു തിങ്ക് അല്ലെങ്കിൽ വാട്ട് യുവർ അംബിഷൻ എന്താണെങ്കിൽ നിങ്ങൾക്ക് അത് അച്ചീവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഓക്കെ ആണോ? അതൊക്കെ ഞാൻ പറഞ്ഞത് ഇതേ കേട്ടില്ലേ? വിട്ടോ? ഇല്ല മിസ്സേ, ഓക്കെയാണ്. ഇന്ന് ഓക്കെ ആണ് നിങ്ങൾ സംസാരിക്കുന്നത്. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ എങ്ങനെയാണ്? പഴയതുപോലെ ഇങ്ങനെയാവോ? ഇല്ല ഇല്ല, സംസാരിക്കാം കേട്ടോ. കംഫർട്ടബിൾ ആയിട്ട് ക്ലാസ്സിൽ സംസാരിക്കാൻ നോക്കാം. പിന്നെന്താണ്, എന്തെങ്കിലും പറയാനുണ്ടോ എന്നോട്? ഓക്കെ, എന്തോ വീട് എവിടെയാണ്? വീട് എവിടെയാണ്? നമ്മളൊക്കെ അടുത്താണ്. ഷഹന, അതെ, എവിടെയാ? ഷഹന മാളയല്ലേ? ആ, വാള. ഞാൻ മൂത്തോന്നാണ്. മൂത്തുന്ന്. പറവൂര്. മൂത്തുന്ന്. മിസ്സേ ഫാമിലി മിസ് മാരീഡ് ആണോ? തോന്നുന്നില്ലേ? സന്തോഷം. ഇല്ല, ഞാൻ വിചാരിച്ചു മാരീഡ് അല്ല എന്നാട്ടോ വിചാരിച്ചേ. എനിക്കായിരുന്നു സന്തോഷം. ഞാൻ മാരീഡ് ആണ്. എനിക്കൊരു മോളുണ്ട്. ഓക്കെ, LKG-യിലാണ് മോള്. ഇനി മോളുണ്ടോ? മിസ്സിന്റെ മക്കളുണ്ടോ? ഒന്നും ചോദിക്കരുത് കേട്ടോ. ഓക്കെ, പിന്നെന്താണ് അറിയോ? ഒന്നുമില്ല. സുഖാണ്. അയ്യോ, അനിയത്തിയാണോ? ഞാൻ മറന്നല്ലോ. അനിയത്തിയോ അനിയനോ ആണല്ലോ? ആണോ ഫാത്തിമ? അനിയത്തിയാണ് മിസ്. അനിയത്തിയാണ്. പേര് ഞാൻ മറന്നു കേട്ടോ. സുഖാണ് കേട്ടോ. അവിടെ എങ്ങനെയാണ്? സുഖാണോ? ഓക്കെ, പിന്നെന്താ? ഒന്നുമില്ലല്ലോ. ഓക്കെ അല്ല എല്ലാവരും? കോൺഫിഡൻസ് അല്ലേ? എല്ലാവരും കോൺഫിഡൻസ് അല്ലേ?
അതെ, ആണോ? Are you confident? Yes, Confidence. confidence. I can increase my confidence level. എന്തോ? ഇംഗ്ലീഷിലൊന്ന് പറഞ്ഞു നോക്കിയതാ മിസ്. ഐ ക്യാൻ ഇൻക്രീസ് മൈ കോൺഫിഡൻസ് ലെവൽ. കൂട്ടാൻ കഴിയുമെന്ന് പറയാൻ തുടങ്ങുമായിരുന്നു. അപ്പോ പിന്നെന്താണ്? എന്താണ് എന്റെ ക്ലാസ്സിനെ കുറിച്ച് എന്തെങ്കിലും പറയണം? എന്നെ കുറിച്ചും എന്റെ ക്ലാസ്സിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കേൾക്കട്ടെ. അതിനെങ്കിലും നിങ്ങൾ ആൻസർ പറയാം. നമുക്ക് നെഗറ്റീവ്സ് പറയണം കേട്ടോ, പോസിറ്റീവ്സ് മാത്രമല്ല. ടീച്ചർ ക്ലാസ് ഫുള്ളായിട്ട് ഇംഗ്ലീഷ് പഠിക്കുന്നു ഞാൻ പറയില്ല, പക്ഷെ എവിടെയെങ്കിലൊക്കെ ടീച്ചർ പറഞ്ഞ കാര്യങ്ങള് എനിക്ക് ഇതാക്കാൻ പറ്റും. മീൻസ് ടീച്ചറിന്റെ വാക്കുകൾ ഓരോന്ന് ജീവിതത്തിൽ എവിടെയെങ്കിലൊക്കെ എനിക്കൊന്ന് ഇതാക്കാൻ പറ്റും എനിക്കൊരു തോന്നുന്നു. ഓക്കെ, അപ്പൊ എപ്പോഴെങ്കിലും എന്നെ ഓർക്കും അല്ലെ? അതെ, വെരി ഗുഡ്, അങ്ങനെ മതി. സന്തോഷം. പിന്നെന്താ ഇതിലും പറയാനുണ്ടോ? വെരി ഇൻട്രസ്റ്റിംഗ് ക്ലാസ്. ടീച്ചറെ മോളുടെ പേരെന്താ? എന്താണ്? കേട്ടില്ല. ടീച്ചറെ മോളുടെ പേരെന്താ? എന്റെ മോളുടെ പേരോ? അൻവിത. അൻവിത എന്നാ പേര്, അൻവിത. ഓക്കെ, അപ്പൊ അത്രയ്ക്കേ ഉള്ളൂ. ഞാൻ പോട്ടെ എന്നറിയാം. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് സംസാരിക്കാം. ഓക്കെ, ഇതുപോലെ എല്ലാവരും ആക്റ്റീവായിട്ട് എന്നോട് കംഫർട്ടബിൾ ആയിട്ട് സംസാരിക്കും. ഓക്കെ, Okay, miss. താങ്ക് യു. Thank you. ഓക്കെ, ബൈ. Okay, bye. താങ്ക് യു മിസ്.